കാലത്ത് തന്നെ ബ്രൂണോയുടെ കുറക്കിലുണ്ടല്ലേ മൂന്നോ അപ്പുറത്തെ ഒരു കുട്ടീരൊക്കെ സൗണ്ട് കണ്ടിട്ടാണ്. കുട്ടികളവന് പണ്ടേ ഇഷ്ടമില്ല, ചെറിയ കുട്ടികളെ അതുപോലെ സൈക്കിൾ കൊണ്ടുവരുന്നവരെ കണ്ണ. ബ്രൂണോ ആരാത്? അമ്മേ അമ്മേ ആരാ? ആരാ? അപ്പുറത്തെ പറമ്പിലെ ഒരു കുട്ടിയുടെ സൗണ്ട് കിട്ടേ. ഇവൻ കുട്ടികളുടെ സൗണ്ടിനുള്ള ആളാണ്. അപ്പുറത്തെ പറമ്പിൽ അവരെന്തൊരു തേങ്ങ ഇടുന്ന അതുകൊണ്ടാണ്. ബ്രൂണോ ആരത്? ആരാ? നേരെ ഉറങ്ങാൻ നാശാൻ. നാശം പിണക്കത്തിലാണ്. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടില്ല. കിട്ടി ഒരെണ്ണം രണ്ടെണ്ണം കിട്ടുള്ളൂ. 2 അപ്പം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ 2 കിട്ടുള്ളൂ. 2 കിട്ടിയിട്ട് ഒന്നും ഉണ്ടായില്ല. ഇതേ കൂട്ടായിറങ്ങി ബ്രൂണോ ആ വിഷമത്തിലവൻ കിടന്ന് ഉറങ്ങായിരുന്നു. എനിക്ക് കഞ്ഞി ശരിയാക്കി തരാം കേട്ടാ, ചോറ് ശരിയാക്കി തരാം കേട്ടാ. അതിൻ്റെ കോഴിക്കാല് ചോറ്, ഇന്ന് കോഴിക്കാലും ചോറാണ്. ബ്രൂണോ കോഴിക്കാല് ചോറ് തരാം കേട്ടോ. അതെ ശരിയാവണുള്ളൂ കേട്ടോ. അടുപ്പത്ത് വെച്ചല്ലേ വയ്ക്കണം. അവന് സെപ്പറേറ്റ് ഇട്ട് തയ്ക്കുക. എന്നാൽ ഷെയ്ക്കൻ്റെ നോട്ടെ ചോദിച്ചോട്ടോ. ഷെയ്ക്കൻ്റെ കൊണ്ടുപോവാ, ഷെയ്ക്കൻ്റെ കൊണ്ടുപോവാ. താ ഷെയ്ക്കൻ നല്ല കുട്ടിയായിട്ടതേ. ഷെയ്ക്കൻ്റെ ഒക്കെ തരുന്നുണ്ട്. അവൻ 2 ദിവസം പിണക്കത്തിലായിരുന്നു. കാരണം 2 ദിവസം എനിക്ക് അവൻ്റെ പള്ളയിൽ പോവാനില്ല. സാധാരണ അവന് ദോശ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ എന്ന് വെച്ചിട്ട് കട്ടിയിലാണ് അവനുണ്ടാക്കേണ്ടത്. കട്ടിയിലുണ്ടാക്കില്ലേ ചട്ടിയിൽ നിന്ന് ഇടാൻ ബുദ്ധിമുട്ട് വരുന്നതാണ്. ഇപ്പം നല്ല കനത്തിലുള്ള ദോശയാണ് എടുക്കുള്ളൂ. പാവത്താൻ്റെ പോലെ കിടക്കണ്ട. അവിടെ ഇങ്ങനെ കിടന്ന് ഒന്നും മയങ്ങിപ്പോയതാണ്. അപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോഴാണ് എന്ത് ചെയ്തത്. അതും കുട്ടികളുടെ സൗണ്ട്. ഒന്ന് കണ്ണിക്ക് മയങ്ങിപ്പോയതാണ്. ബ്രൂണോ ടാ കണ്ണു ബ്രൂണോ എന്താ കിടപ്പാണ്. എന്ത് പാവത്തിൻ്റെ പോലെ. ഒരു കാക്ക എന്ന് പറഞ്ഞാൽ മതി. കാക്ക 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 പൂച്ച. ഇന്നലെ ഭയങ്കര കുറുക്കന്മാരുടെ ഭയങ്കര സൗണ്ട്. ഈ ഭാഗത്ത് ഭയങ്കര കുറുക്കന്മാർ ഭയങ്കരമാണ്. കുറുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൂണോൻ്റെ അടുത്തോടെ ഓടണ്ടായേ. ഞാൻ ബ്രൂണോനെ കടിച്ചു എന്ന് ചോദിച്ചു. അടുത്തോടെ ഓടുന്നതിൻ്റെ അത് കേട്ടിങ്ങനെ ഓരിയിടണം. എന്നുള്ള സൗണ്ട്. എങ്ങനെയാണ് സൗണ്ട് ബ്രൂണോ? കുറുക്കന്മാരുടെ സൗണ്ട് എങ്ങനെയാ? അത് കേട്ടാൽ ഇവൻ ചാടി ഓടാൻ നിൽക്കണം അവരുടെ കൂടെ. പക്ഷെ കുറുക്കന്മാർ കൂട്ടില്ല കേട്ടാ. ബ്രൂണോനെ കൂട്ടില്ല കേട്ടാ കുറുക്കന്മാർ. പിന്നെന്താ ബ്രൂണോ? നമുക്ക് പോവാ, ഇവിടേക്ക് പോവാം. കാലത്ത് തന്നെ ഭയങ്കര വിളിയായിരുന്നു തന്നെ. പാല് മേടിക്കാൻ പോകണ്ടേ. ഞാൻ എണീറ്റപ്പോൾ നേരം പെയ്യപ്പോൾ പാല് മേടിച്ച് കൊണ്ടുവരണ്ടേ. പാല് മേടിച്ച് കൊണ്ടുവരുമ്പോൾ ഈ വണ്ടിയിലെ ഫുഡ് റെസ്റ്റുമൊക്കെ കുറേ ഇങ്ങനെ ആ പാത്രത്തിൽ ചോർന്ന് വീഴുക. അതൊക്കെ ക്ലീൻ ചെയ്യലാണ് എൻ്റെ പണി.
അപ്പോൾ അത് കാരണം എന്നെ വിളിക്കുന്നുണ്ട്. ബാ പാല് കുടിക്കാൻ പോവാ. പാല് മേടിച്ച് കൊണ്ടുവന്നിട്ട് മോനെ അവനെ അറിഞ്ഞിട്ട് പോരണ്ട. ബാ പറമ്പിൽ പോവാ, പോയി നോക്കാം, നമുക്ക് തേങ്ങ വേണ്ടോ നോക്കാം. വാടാ. പറമ്പിൽ പോയി തേങ്ങ കിട്ടും നോക്കാം. തേങ്ങ അതുപോലെ കായ കിട്ടും നോക്കാമല്ലോ. ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ കറി വയ്ക്കാനായിട്ട് എടുക്കാം. പോവാ നമുക്ക്. എവിടെ അവൻ ഇവിടുന്ന് എനിക്കണം പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഇനി ഒന്നും കഴിക്കാണ്ട് ഇവിടുന്ന് എനിക്കില്ല എന്നുള്ള മട്ടിലാണ് അവരുടെ കിടപ്പുണ്ടാണ്. ബ്രൂണോക്ക് ഇത്തിരി ഇത് തുടങ്ങിയിട്ടുണ്ട്, അതായത് ഭയങ്കര ഒരു ഹുങ്ക്. അവൻ്റെ കൂട് അവിടെയാണ് എടുത്തുകൊണ്ടിരുന്നത്. നാളെ കൂട് കൊണ്ടുവന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ കൂട്ടിലെല്ലാം ഇടുന്നത്. കൂട് പരിഹാരത്തിരിക്കുകയാണ്, അത് പിന്നെ കൊണ്ടുവരാം. ബ്രൂണോ കൂടെടുത്തുണ്ടാ. അതവന് ഇഷ്ടമല്ല, കൂട്ടി എടുക്കുന്നത് ഇഷ്ടമല്ല. അവനിങ്ങനെ ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ നോക്കി കിടക്കാമല്ലോ അവൻ്റെ ഇഷ്ടത്തിന്. അതായത് ചോറോ കറിയൊക്കെ ഉണ്ടാക്കുക എന്തിട്ടുണ്ടാക്കുന്നുള്ള പോലെ അറിയാൻ പറ്റും. വീട്ടിലെന്ത് ഒന്ന് ചൂടാക്കുന്നുണ്ടെങ്കിൽ അപ്പം അവനതിൻ്റെ മണം പിടിക്കും. എന്താ കൂട്ടിലിട്ട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടല്ലേ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഇതാണെങ്കിൽ അവനറിയാൻ പറ്റും. മീനോ എന്തെങ്കിലും കൊണ്ടുവന്നേ. ഇപ്പം മീൻ അവൻ അത്ര ചാളയോട് വലിയ ഇഷ്ടമാവും. മറ്റേ മീൻ അങ്ങനെ കഴിക്കില്ല. പുഴ മീനൊക്കെ ഇല്ലേ, അതൊന്നും അത്ര ഇഷ്ടമല്ല. ചാള അവന് ഇതിഷ്ടമാണ്. പിന്നെ ചിക്കൻ, പിന്നെ പിഗ് അടിച്ചു എന്നല്ല മിഞ്ഞാന്ന്. പിഗ് 2 ദിവസം ഉണ്ടായിരുന്നാണ്. എടാ പോർക്കൊക്കെ തിന്നിട്ട് നീ പോർക്കിൻ്റെ പോലെ ഇതിനെ കണ്ടുകഴിഞ്ഞ ശീമ പോർക്കിൻ്റെ പോലെ ആയില്ലടാ. ബ്രൂണോനെ കണ്ട ഒരു ശീമ പോർക്ക് തന്നെയാണ് ഇപ്പോൾ. ആണോ കറുപ്പൊക്കെ പോർക്കും കുട്ടാ. ഇതാണ് പോർക്കും കുട്ട. പോർക്കും കുട്ടൻ ബ്രൂണോ. കാക്ക എവിടെ കാക്ക ചെരിഞ്ഞ് കിടക്കണ. അവർ കിടക്കാൻ പറ്റിയത് എടാ. എണീക്കടാ. ഇങ്ങനെ കിടന്ന് ഉറങ്ങണ ഒരു കാലത്ത് തന്നെ എന്തെങ്കിലും പോയി പണിയെടുക്കുക. ചെല്ല്, വാ പറമ്പിൽ പോയി പണിയെടുക്കുക. വാ ചെല്ല്. എനിക്ക് ഞാനൊന്നും ഇല്ലാന്നാണ് പോട്ടത്. ഏടാ അവന് വിശപ്പാണ്. ഡാ ചെല്ലടാ പണിയെടുക്ക്. പോയി ചെല്ല് പണിയെടുക്ക്. പറമ്പിൽ പോയി പണിയെടുക്കുക. ചെല്ല്. അതൊക്കെ പൊട്ടൻ ചൂട്ടൊക്കെ പറക്കിണ്ടോ. ചെല്ല്. തേങ്ങ എടുത്തുണ്ടോ? തേങ്ങയോ അല്ലെ പട്ടൻ ചൂട്ടൊക്കെ പറക്കിണ്ടാ. നിനക്കിന്ന് ചോറില്ലേ? വേഗം ചെല്ല്. പൊക്ക പോട്ടെ. ചെല്ലടാ പോയി എടുത്തുണ്ടാടാ. എനിക്ക് ബാ. അതെ അനുസരിക്കണ്ട്. ബാ പോവാ. ബാ തയ്യാറായി. വാടാ. നല്ല കുട്ടിട്ടാ. പോയി എടുത്തുണ്ടാട്ടാ. ചെല്ല്. പട്ടൻ ചൂട്ടൊക്കെ പറക്കിട്ട് വാ. തയ്യാറായി നിൽക്കണേ ഇത്. അയ്യടാ മനസ്സിലായി. ഇപ്പോൾ പോട്ടെ. ചോറിനിട്ട് പോവാം. കഞ്ഞി അടിച്ചിട്ട് പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് പോയതാ. സൈക്കിൾ ഇപ്പൊ കണ്ടു ഒരാൾ സൈക്കിൾ പോകുന്നുണ്ട് വഴി കൂടെ സൈക്കിൾ പോണ കണ്ട്. കാക്കാന്ന് പറയുമ്പോൾ ഈ വീഴല്ല എടുത്ത്. കാക്ക എന്ന് പറഞ്ഞ സൗണ്ടും കേട്ടു. പിന്നെ അതൊന്നെടുത്ത് വീണ് കഴിഞ്ഞാൽ പോലെ കൈയും കാലം ഒടിയൂട്ടോ. പിന്നെ കൊണ്ടിറക്കാൻ പാടാ. കാക്കയോട് ദേഷ്യം വെച്ചാൽ അവൻ്റെ ചോറ് അങ്ങനെ എടുത്തിട്ടുണ്ട്. അവൻ ചോറിട്ട് കുറച്ച് ബാക്കി വെച്ചത് കാക്ക കൊത്തി തിന്നു. ചോറ് ചിക്കൻ എന്നിട്ടുണ്ട്. അതാണ് അവൻ ഇത്ര ദേഷ്യം കാക്കയോട്. ഇതിനോട് നമുക്ക് കോഴിനെ അടിച്ചാലോ? നിനക്ക് കൂട്ടിനെ കോഴിനെ
ബ്രൂണോ കോഴി ചേച്ചിനെ അടിച്ചാലോ?